KP സോസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. വളരെ വെൽ ഓർഗനൈസ്ഡ് ആയ ഒരു മുറി നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഓഫീസ് ടേബിൾ നമ്മൾ കാണുമ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന വ്യക്തി അങ്ങനെ ഓർഗനൈസ്ഡ് ആയ ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. മാത്രമല്ല നമ്മൾ പലപ്പോഴും ഈ ഓർഗനൈസ് ചെയ്യുക കലയിൽ അടുക്കി ഒതുക്കി വെക്കുക എന്നുള്ളത് മാറ്റി വെക്കുന്ന ഒരു സംഗതിയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യാനുള്ള ഒരു ഈസി ട്രിക്ക് നമ്മൾ പലപ്പോഴും അന്വേഷിക്കാറുണ്ട്. അവരവരുടെ സംസ്കാരം കൊണ്ടും അവരുടെ ജീവിത രീതി കൊണ്ടും അവരുടെ ലൈഫ് പ്രിൻസിപ്പിൾസ് കൊണ്ടും എപ്പോഴും ലോകത്തിന് മുകളിൽ വളരെ റെസ്പെക്ട്ഫുൾ ആയി നിൽക്കുന്ന ഒരു ജനതയാണ് ജാപ്പനീസ് ജനത എന്ന് പറയുന്നത്. അവരുടെ ലൈഫും അവർ താമസിക്കുന്ന സ്ഥലവും എല്ലാം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു കാര്യം ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് നോക്കേണ്ടത് നമ്മൾ എന്തിനാണ് വേണ്ടിയിട്ടാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത് എന്നതാണ്. ഇനി രണ്ടാമത്തേത് കാറ്റഗറൈസ് ചെയ്യുക എന്നുള്ള ഇവരുടെ രീതിയാണ്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഇവിടെയാണ്. നമ്മൾ എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിട്ടിരിക്കും. ഈ വലിച്ചു വാരിയിട്ടെന്ന് ഓരോന്നോരോന്ന് പറക്കി നോക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ മടുക്കും. എന്നാൽ ഈ ജാപ്പനീസ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ തുണികൾ മാത്രം ഒരു സെക്ഷനായിട്ട് ചെയ്യാം, പേപ്പേഴ്സ് മറ്റൊരു സെക്ഷനായിട്ട് ചെയ്യാം, ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് മറ്റൊരു സെക്ഷനായിട്ട് ചെയ്യാം. അറ്റ് എ ടൈം ഒരു കാര്യം മാത്രം ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ രീതി. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇത് എനിക്കുൾപ്പെടെ ഒരുപാട് പേർക്കുള്ള അസുഖമാണ്. നമ്മൾ ഓരോ സാധനങ്ങളും എടുത്തു നോക്കും, ഇത് കളയണ്ട, എടുത്തു വയ്ക്കാം. അടുത്ത സാധനം എടുത്ത് നോക്കും, ഇതിന് ഒരുപാട് സെൻറ്റിമെൻ്റൽ വാല്യൂ ഉണ്ട്, എടുത്തു വയ്ക്കാം. ഇങ്ങനെ ഓരോ സാധനങ്ങളും നമ്മൾ തിരികെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമായി നോക്കുമ്പോൾ അധികമായിട്ടും നമ്മളൊന്നും ഒഴിവാക്കിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഈ കച്ചറകളൊക്കെ അവിടെ തന്നെ കിടക്കും. ഇവർ ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗമുള്ള സാധനമാണോ എന്ന് നോക്കുക. അതായത് നമ്മൾ ഡെയിലി അതെടുത്ത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ അത് ലിസ്റ്റ് ചെയ്യുന്ന ഏതാണ്ട് ഔട്ടാണ്. ഇനി രണ്ടാമത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, നമ്മൾ വീക്കിലി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ സാധനം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ക്രൈറ്റീരിയയിലും അത് ഔട്ടാണ്. മൂന്നാമത്തേത്, നമ്മൾ മാസത്തിലൊരിക്കലെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. മാസത്തിലൊരിക്കൽ പോലും എടുത്തുപയോഗിക്കാത്തൊരു സാധനമാണത് എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നതാണ് അതിൻ്റെ ഒരു രീതി. ഇനി നിങ്ങൾക്ക് അപ്പോഴും ഒഴിവാക്കാൻ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ ഒരു ഡേറ്റ് എഴുതി വെച്ച് ഒരു കവറിലാക്കി വെക്കുക. കവറിലാക്കി നമ്മൾ കാണാത്തൊരു സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. ഒരു വർഷം കഴിഞ്ഞിട്ടും അത് അവിടെ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ ആ ഒരു വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് ഈ സാധനം യൂസ് ചെയ്തിട്ടില്ല. ഇനി അങ്ങോട്ടപ്പോൾ യൂസ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കുറവാണ് എന്നതാണ്. അങ്ങനെയാണ് മനുഷ്യൻ്റെ മനസ്സ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സാധനം ഇനി നമുക്ക് ഒഴിവാക്കാം. ഇനി ഒഴിവാക്കുമ്പോഴും ഈ മെത്തേഡ് അവർ യൂസ് ചെയ്യാറുണ്ട്. അതിൽ പുനരുപയോഗിക്കാവുന്നവ എന്തൊക്കെയാണ്? അതായത് നമുക്ക് രൂപമാറ്റം വരുത്തിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസുകൾക്കോ പല സാധനങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് എവിടേക്കാണോ ഇനി നമ്മൾ ഉപയോഗിക്കേണ്ടത് അങ്ങോട്ടത് മാറ്റി വയ്ക്കും. ഇനി ബാക്കിയുള്ളവ ഡൊണേറ്റ് ചെയ്യുക, ട്രാഷ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ആ സാധനം ഫങ്ഷണൽ ആണെന്നും നല്ല കണ്ടീഷനിലാണെന്നും ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം മറ്റൊരാൾക്ക് അത് നമുക്ക് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. നേരിട്ട് ട്രാഷ് ചെയ്യുന്ന സാധനങ്ങളിലും നമുക്കൊരു ശ്രദ്ധ വേണം. അപ്പോൾ അത് ഉത്തരവാദിത്വത്തോടു കൂടി ആ സാധനം റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കുക. ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നി സാധാരണ നമ്മൾ അടുക്കി ഒതുക്കി വെക്കുക എന്ന് പറയുന്ന സംഭവം തന്നെയല്ലേ എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ രണ്ട് പ്രിൻസിപ്പിൾസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒന്ന്, അതിൻ്റെ പർപ്പസ്ഫുൾനെസ്. ഓരോ സ്ഥലത്തിൻ്റെയും അവിടെയുള്ള ഓരോ സാധനങ്ങളുടെ പർപ്പസ്ഫുൾനെസ് നമ്മളൊന്ന് ആലോചിക്കുന്നുണ്ട്. കാറ്റഗറൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ചില സാധനങ്ങൾ പൂർണ്ണമായും ഉപയോഗശൂന്യമാണ്, നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്, നമ്മുടെ മടുപ്പ് കുറയാനും എളുപ്പമാണ്. ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു സ്ഥലത്തെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ജാപ്പനീസ് മെത്തേഡാണ് ഇത്തവണ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത്. പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.